ഹലോ ഗൈസ്, അപ്പോൾ എസ് ഫോർ സോണി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ഏണിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്, ഇപ്പോൾ ഇൻഫിനിറ്റ് പെയിൻറ്റിൽ ഫോണ്ട് എഴുതുന്നതോ അല്ലെ അത് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്, ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പിന്നെ അല്ലാതെ നമ്മുടെ യൂട്യൂബിൻ്റെ തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ മാത്രം അറിവുകളാണ് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ച് ഞാൻ അവിടുന്ന് ഇവിടുന്നും പഠിച്ചതല്ല, ഞാൻ തന്നെ അങ്ങനെ ചെയ്ത് പഠിച്ച കുറച്ച് കാര്യങ്ങൾ. ഇനി അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറയാം കേട്ടോ. എനിക്കറിയത്തില്ല, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഞാൻ ഇടയ്ക്കൊന്ന് ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി. ആ വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കും. വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിൽ നിന്നോ നമ്മുടെ ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം കേട്ടോ. ഞാൻ എൻ്റെ ഫോണിൽ എഡിറ്റിംഗ് ആപ്സ് എല്ലാം ഏകദേശം ഒരിടത്ത് തന്നെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇൻഫിനിറ്റ് പെയിൻറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ഞാൻ എഴുതിയിട്ടേക്കാണ് ഓൾറെഡി, നമുക്കതൊന്ന് മായ്ക്കാം. അപ്പോൾ എറൈസർ എടുത്തിട്ട് ഞാൻ മായ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പെൻ ഏതാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഷാഡോ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പെന്നാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു സൈസിലിട്ടിട്ട് ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് എഴുതി കാണിക്കാവേ. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുമ്പോഴാണെങ്കിൽ അത്രയ്ക്ക് വലിയൊരു ഫോണ്ട് നമുക്ക് അത്രയും ആ ഒരു കട്ടിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിവിടെ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ടാണ് കേട്ടോ. ഞാനപ്പോൾ വെറുതെ ഒന്ന് തുടരും എന്നിങ്ങനെ ഞാൻ നിങ്ങളൊന്ന് എഴുതി കാണിക്കാം. പക്ഷേ അതിനൊരു കട്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പെയിൻറ്റിൻ്റെ കട്ടി ഞാനൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് എഴുതി നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സൈസിലും എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല. ശരിക്കും എഴുതുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയിൽ കൂട്ടിയിട്ട് എഴുതുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് തന്നെ തോന്നും കേട്ടോ. അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ ആ ഒരു രീതിയിൽ ഞാൻ നിങ്ങളെ ഒന്ന് എഴുതി കാണിക്കാം. പിന്നെ കളറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം അതിനകത്ത് സെലക്ട് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കട്ടിയിൽ ഞാൻ ആ ഒരു തുടരും എന്നുള്ളത് ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ ഒരു റെഡ് കളർ സെലക്ട് ചെയ്തിട്ട് ഞാൻ നമ്മുടെ അതിൻ്റെ ഇടയിൽ ഒരു അണ്ടർലൈനും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു 3 ഡോട്ട് ഞെക്കി കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു PNG എന്നുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ വേണം കേട്ടോ സെലക്ട് ചെയ്യാൻ. അന്നേരം മാത്രമേ നമുക്കത് വൃത്തിയിൽ കിട്ടത്തുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ഷെയറിൽ നമ്മുടെ സേവ് ഫോട്ടോ എന്നുള്ളത് കൊടുക്കുകയാണ്. നമ്മുടെ ഗ്യാലറിയിൽ ഈ ഒരു ഐറ്റം വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇൻഫിനിറ്റ് പെയിൻറ്ററിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതെങ്ങനെയാണ് വീഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതൊന്ന് ആഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫോട്ടോയുടെ ആ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്, അവിടെ നമ്മൾ ചെന്നിട്ട് ഞെക്കുവാണെങ്കിൽ ഫോട്ടോസ് എന്നുള്ളതിൽ പോവും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തുടരും എന്നുള്ള സംഭവം അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ സ്ക്രീനിലോട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ഫുൾ വീഡിയോയ്ക്കകത്തോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലൂ കളറിലുള്ള ആ ഒരു സംഭവം ഒന്ന് നന്നായിട്ട് ഫുള്ള് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഈ വീഡിയോ ഫുള്ള് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്തേക്കുന്ന VN ആപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ആപ്പിലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൽ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഇനിയിപ്പോൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഞാനിപ്പോൾ ആ ഒരു തുടരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് പൂവും ഇലകളും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. അപ്പോൾ ടെസ്റ്റിൻ്റെ അവിടെ ചെന്നിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ഇലയുടെ ആ ഒരു സിമ്പിൾ വന്നേക്കുന്നുണ്ടല്ലേ, എന്നിട്ട് അത് ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും പോയി സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേ ഇലകളൊക്കെ നമുക്ക് അവിടെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഇടാൻ പറ്റൂട്ടോ. എന്നിട്ട് അത് മുഴുവനും നമ്മൾ വീഡിയോയിൽ ഫുൾ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ
അപ്പോൾ എങ്ങനെ സേവ് ചെയ്യുന്നതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. VN ആപ്പിൽ എങ്ങനെയാണ് വീഡിയോസ് സേവ് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിക്കുക. ഞാൻ ഇട്ടേക്കുന്ന ക്വാളിറ്റി ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വീഡിയോയ്ക്ക് ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അത് സേവ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തംബ്നെയിൽ എങ്ങനെയാണ് യൂട്യൂബിൽ സെറ്റ് ചെയ്യുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോജക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് യൂട്യൂബ് തംബ്നെയിൽ എന്നുള്ളത് എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ലാൻഡ്സ്കേപ്പിലുള്ള ഒരു ഫോട്ടോയാണ് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ തംബ്നെയിൽ സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് കൊടുക്കുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ എഡിറ്റിങ്ങിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തൊരു ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫോട്ടോ ഞാനാണെങ്കിൽ നമ്മുടെ ആ ഒരു യൂട്യൂബ് ഏണിങ്ങിന് വേണ്ടിയിട്ട് എടുത്തു വെച്ച ഫോട്ടോയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ടെസ്റ്റ് എന്നുള്ളിടത്ത് നമ്മൾ ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ വെറുതെ ഒരു ക്യാപ്ഷനായിട്ട് യൂട്യൂബിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് അങ്ങോട്ട് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മംഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി നന്നായിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് മലയാളം എങ്ങനെയായാലും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ തംബ്നെയിലിനുള്ള യൂട്യൂബിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള ക്യാപ്ഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇപ്പം മാറ്റിയ സെറ്റിങ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ ബോർഡറിൻ്റെ കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഫോണ്ടിൻ്റെ കളറും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ടെക്സ്റ്റ് നമ്മളൊന്ന് ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ആ ഒരു സ്ക്രീനിൽ ഫിറ്റായിട്ട് ഇരിക്കുന്ന പോലെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പം കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്യാപ്ഷൻ താഴെ എഴുതാറുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് ഇമോജീസോ കാര്യങ്ങളോ കൊടുക്കാനായിട്ട് നേരെ ടെക്സ്റ്റിൽ പോയിട്ട് 2 ഇമോജി ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്ന ഒരു പൈസയുടെ ഇങ്ങനെ ഒരു സംഭവമാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് സൈഡിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് വലുതാക്കി കൊടുക്കുന്നു. പിന്നെ ഞാനൊരു സ്മൈലി പോലെ ഒരെണ്ണം ഇടാമെന്ന് കരുതി. അപ്പോൾ അതും കൂടി അപ്പുറത്തെ സൈഡിൽ ഒന്ന് ബാലൻസായി നിൽക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനതൊന്ന് ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പൈസയുടെ ആ ഒരു സ്മൈലി ഞാനിങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മൈലിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏകദേശം തംബ്നെയിൽ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനത് നേരെ പോയിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ്, അതായത് സേവ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ PNG എന്ന് മാറ്റിയിട്ട് JPG എന്നുള്ളത് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ ഈ ഒരു തംബ്നെയിൽ ഡൗൺലോഡായി കിട്ടത്തുള്ളൂ. അപ്പോൾ പൈസയൊക്കെ കൊടുത്ത് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ നമ്മുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഈ ഒരു ക്വാളിറ്റിയൊക്കെ മതി. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ അറിവില്ലാത്ത ഇപ്പം എനിക്കും ഈ ഒരു യൂട്യൂബിൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക അല്ലെ എങ്ങനെ തംബ്നെയിൽ സെറ്റ് ചെയ്യുക ഇതൊന്നും എനിക്കും അറിയത്തില്ല. ഞാനും പഠിച്ച് തന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് ഫസ്റ്റൊക്കെ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതിനുശേഷം അത് നമ്മൾ ഓൾറെഡി അതിനകത്ത് എല്ലാ സെറ്റിങ്സും കാര്യങ്ങളും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുക, കറക്റ്റായിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ എഡിറ്റിങ് ചെയ്യുന്നത് VN ആപ്പിലാണ്. അപ്പോൾ VN ആപ്പിലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബായ്.